ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ശരീരത്തിലുണ്ടാവുന്ന വേദനയും അസ്വസ്ഥതകളും മാറാൻ എല്ലാ ദിവസവും നിർബന്ധമായി ചെയ്യേണ്ട 5 സ്ട്രെച്ചസ് കാണിച്ചു തരാം. സ്ട്രെച്ച് 1, ആങ്കിൾ പമ്പ്. സോളിയസ് മസിൽ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാലിന്റെ അടിയിൽ നിന്നുള്ള ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. മുകളിലും താഴത്തും ജസ്റ്റ് ഓൾട്ടർനേറ്റ് ആയിട്ട് ബാക്കും ഫ്രണ്ടും. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതൊരു 15 തൊട്ട് 20 പ്രാവശ്യം ചെയ്യുക. ഒരു 3 സെറ്റ് ചെയ്യുക. സ്ട്രെച്ച് 2 നമ്മുടെ കാഫ് മസിലിന്റെ സ്ട്രെച്ച് ആണ്. ഒരു സ്റ്റെപ്പിന്റെ ഇങ്ങനെ അറ്റത്ത് കാല് വെച്ചതിന് ശേഷം എവിടെയെങ്കിലും പിടിച്ചിട്ട് മെല്ലെ താഴത്തേക്കും മുകളിലേക്കും ഒരു 10-15 പ്രാവശ്യം ചെയ്യുക. സ്ട്രെച്ച് 3 നമ്മൾ ജസ്റ്റ് ഒരു ഹാൻഡ്സ് ഡിസ്റ്റൻസ് ഇങ്ങനെ നിന്നതിന് ശേഷം കാലൊന്ന് ബാക്കിലേക്ക് വെക്കുക. ഈ കാലാണ് ഇവിടെ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാലിന്റെ മുട്ട് നേരെ ബെൻഡ് ചെയ്യുക. ഈ കാല് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും. നമ്പർ 4, ഇതിന് വജ്രാസനം എന്നാണ് പറയുക. നമ്മൾ ഇങ്ങനെ ഒരു മിനിമം ഒരു 5 മിനിറ്റ് ഇരിക്കുക. അതിന് മുകളിൽ എത്ര മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ്. കാരണം നിങ്ങളുടെ കാഫ് മസിലും ഈ തൊഴയുടെ മസിലുള്ള നീർക്കെട്ട് കുറയ്ക്കാനും അവിടെ നല്ലപോലെ ഒരു കംപ്രഷൻ കെട്ടി അവിടെ പിന്നെ അത് എണീക്കുമ്പോൾ നല്ലപോലെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 5, ഇതിന് വിപരീതകരണി എന്നാണ് പറയുന്നത്. നമ്മുടെ തൈ മസിൽസ് നമ്മുടെ ചുമലിലേക്ക് മുട്ടിക്കുക. നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. അതുപോലെ കാല് നല്ലപോലെ മുകളിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഷോൾ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ആ ബാക്ക് ഫുള്ള് നല്ലപോലെ സ്ട്രെച്ച് ആവും. അതിനുശേഷം കാലും എല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്രസ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 ടൈംസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്. ബാക്ക് റിലാക്സ് ആവുന്നതും അതുപോലെ ഒരു ദിവസം മുഴുവനും നിന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ബ്ലഡിനൊക്കെ റിവേഴ്സ് ആയിട്ട് ഇത് സർക്കുലേറ്റ് ചെയ്യാനും ഈ ഒരു പൊസിഷൻ സഹായിക്കും. പ്രത്യേകിച്ച് ടീച്ചർമാര്, സെക്യൂരിറ്റി ജീവനക്കാര്, ഫാർമസിസ്റ്റുകൾ, സൂപ്പർ മാർക്കറ്റിലുള്ള ജോലി ചെയ്യുന്നവർ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, കണ്ടക്ടർമാര്, ഇവരൊക്കെ ദീർഘനേരം നിൽക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വെരിക്കോസ് വെയിൻ, ഉപ്പുറ്റി വേദന, അതുപോലെ മുട്ടുവേദന, നടുവേദന ഇതൊക്കെ മാറാൻ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് ഇത് ചെയ്താൽ മതിയാവും. അടുത്ത വീഡിയോയിൽ മുട്ടുവേദനയും മുട്ടു തേയ്മാനവും എങ്ങനെ സർജറിയിലേക്ക് എത്തിക്കാതെ റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ നിന്ന് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ.